സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് മത്സരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് അസംഗഡ്. ഇവിടെ മുലായത്തിനെതിരെ മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥി രാംകാന്ത് യാദവിന്റെ പ്രചാരണ യോഗത്തിലാണ് അമിത് ഷായുടെ പ്രകോപനകരമായ പ്രസംഗം. आजमगढ़ की जनता सहमत है इस बात के लिए, जिन्होंने अहमदाबाद को दहला दिया, जिन्होंने दिल्ली को दहला दिया, उनको छोड़ देने के लिए अब सहमत है क्या? പ്രസ്താവനയോട് സമാജ്വാദി പാർട്ടി നേതാക്കൾ രൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. അമിത് ഷാ ബിജെപിയുടെ യുപി പ്രചാരണ ചുമതല ഏറ്റെടുത്തതു മുതൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രസ്താവനയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും യുപി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് പ്രതികരിച്ചു. मैं समझता हूं चुनाव आयोग अपने आप इसको नोटिस लेगा. इन स्टेटमेंट्स के बाद इनके ऊपर सख्ती से कार्रवाई हो. कांग्रेस वक्ताव राशिद आलविയും പ്രസ്താവനയെ അപലപിച്ചു. इसी तरीके के बयानात की वजह से इलेक्शन कमीशन ने उन पर बैन लगाया था और उन्होंने माफी मांगी थी. एक बार फिर उन्होंने दोबारा इस तरीके के बयानात दिए और इस तरीके के बयानात इलेक्शन के बीच में इलेक्शन कमीशन को फिर उन पे पाबंदी लगानी चाहिए. വിവാദ പരാമർശത്തിലൂടെ അമിത് ഷാ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അപമാനിച്ചതായി ബിഎസ്പി ആരോപിച്ചു. വിവിധ മുസ്ലിം നേതാക്കളും അമിത് ഷാക്കെതിരെ രംഗത്തെത്തി. इन पर हमेशा के लिए पाबंदी लगाई जानी चाहिए. ये अमित शाह का बिल्कुल घटिया बयान है. आजमगढ़ के अंदर और उस पूरे इलाके के अंदर अनेक धर्मों के लोग रहते हैं. അതേസമയം അമിത്ഷായെ പിന്തുണച്ച് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്തെത്തി. അമിത്ഷാ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും ബിജെപി അധികാരത്തിലെത്തിയാൽ അസംഗഡിലെ ഭീകരരെ തൂത്തെറിയുമെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. മീഡിയ 1 ഡൽഹി.